പത്രോസിൻ്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തി. പത്രോസ് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ ചരിത്രം വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അവൻ യഥാസ്ഥാനപ്പെട്ടു. പത്രോസ് യഥാസ്ഥാനപ്പെട്ടു. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുകയും അറിയുകയില്ല, ഞാൻ അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം അവനെ കൊണ്ട് തിരുത്തി പറയിക്കുന്നുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ സ്നേഹിക്കുന്നുവോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, നീ അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം അവനെ കൊണ്ട് ഏറ്റുപറയിച്ച് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഗുരുക്കളുടെ കൂട്ടത്തിൽ പ്രമുഖ പ്രാസംഗികനാക്കി പത്രോസിനെ ദൈവം തീർത്തു. ഏറ്റവും വലിയ മറക്കൽ ക്രൂസൈഡ് നടത്തിയതിൽ പൗലോസായിരുന്നു അഗ്രഗണ്യൻ. അപ്പൊ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം, ബലഹീനത വരാം. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ശരിയായ പാതയിലേക്ക് വരാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക. തെറ്റിയൊക്കെ പോവുകയല്ലേ ചെയ്യുന്നത്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ തെറ്റായ ഉപദേശങ്ങൾ വെച്ച് പുലർത്തുന്നവർ തെറ്റ് തിരുത്താൻ ഇടയായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നിങ്ങൾ നിത്യത പ്രാപിക്കാൻ അതേ ഉള്ളൂ വഴി. തെറ്റായ നിലയിൽ പോയിക്കൊണ്ടിരിക്കരുത്. വേദപുസ്തകത്തിന് നിരക്കാത്ത പ്രസംഗങ്ങളും ശുശ്രൂഷകളൊന്നും നമ്മൾ ആരും എടുക്കരുത്, അത് ശ്രദ്ധിക്കരുത്. അന്യഥാ ഉപദേശം ശ്രദ്ധിക്കരുതെന്നാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞത്. അത് തിമോഥെയോസിനോട് പറഞ്ഞതല്ലേ, അത് നമ്മളോട് എല്ലാവരോടും ഉള്ള ദൂതാ. അന്യഥാ ഉപദേശം ആരും ശ്രദ്ധിക്കരുത്. പഥ്യവചനം പഥ്യോപദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ അന്യഥാ ഉപദേശം ശ്രദ്ധിച്ചാൽ പിന്നെ പഥ്യവചനം അവർക്ക് ദുരുപദേശമായിട്ട് തോന്നും. ഞാനത് നന്നായി മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശങ്ങൾ വായിക്കുകയും പഠിക്കുകയും അത് ഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ദുരുപദേശത്തിൻ്റെ അടിമച്ചങ്ങലയിൽ സാത്താൻ തളച്ചു കളയും. ഇന്നങ്ങനെ തളച്ചിട്ടിരിക്കുന്ന വലിയൊരു സമൂഹമായി നമ്മുടെ പെന്തക്കോസ്ത് ജീർണിച്ചു പോയി, നശിച്ചു പോയി. കൂട്ടങ്ങളുണ്ട്, ആളുകളുണ്ട്, കോടിക്കണക്കിന് ആസ്തികളുണ്ട്. ആത്മീയമായ ഒരു ചുക്കുമില്ല ഇവരിലൊന്നും. വിലയേറിയ സൗദങ്ങളും ബാങ്ക് മുറിവിൽ നിക്ഷേപങ്ങളും, പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ആസ്തി തന്നെ കണക്കെടുക്കാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാ. ഞാനത് 100% ശരിവയ്ക്കുന്നു. ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മൾ വാരിക്കോരി കൂട്ടുന്ന പണത്തിനോ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾക്കോ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. രക്ഷിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ പ്രമാണത്തിനും മാത്രമാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദുരുപദേശം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുക. സ്വത്രം. യിരെമ്യാ പ്രവാചകന്റെ 6-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മളിത് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സബ്ജക്റ്റ് വന്നതുകൊണ്ട് ഇതെടുത്ത് പിന്നെയും പറയേണ്ടി വരുന്നു. ദൈവമക്കൾ അത് കേട്ട് പഠിക്കുക. സ്തോത്രം. യിരെമ്യാവ് 6-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ, അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു, പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിലുണ്ടായ പുരോഹിതന്മാരുടെ ഒരു വലിയ ദുരവസ്ഥയാണിത്. സ്തോത്രം. ആ 8-ാം അധ്യായത്തിൻ്റെ 11-12 ആ വാക്യം നമുക്ക് കാണാൻ കഴിയും. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ് അവരുടെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പൊറിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവരൊരിക്കലും ലജ്ജിച്ച് നാണം അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവ ദുരുപദേശങ്ങളും കള്ളപ്രവാചകന്മാരും പഴയ നിയമകാലത്തുണ്ടായിരുന്നു. അവർ പലരും ലഘു ചികിത്സ നടത്തിയവരാ.
സ്വത്രം. ഇന്നും ലഘു ചികിത്സയാണ് കൂടുതലെന്ന എൻ്റെ ചിന്ത. യഥാർത്ഥ ചികിത്സ കുറവാ. ഇരുമ്പിൻ്റെ കഷ്ണം വയറ്റിൽ പോയാൽ ചുക്ക് കഷായം കുടിച്ചത് പുറത്തെടുക്കാൻ പറ്റില്ല. അതിനൊരു ഓപ്പറേഷൻ നടത്തി വേണം അത് പുറത്തേക്ക് എടുക്കാൻ. ഇരുമ്പ് കടിച്ചിട്ട് ചുക്ക് കഷായം കുടിച്ചുകൊണ്ട് കഥയില്ല. ചെയ്യുന്ന തെറ്റുകുറ്റികൾക്കും വീഴ്ചകൾക്കും അതിൻ്റേതായ പരിഹാരം നമ്മളിൽ നിന്നുണ്ടാകണം. അല്ലാതെ ശരിയാകത്തില്ല. അതിന് ലഘു ചികിത്സ പറ്റില്ല. നമുക്ക് കർണരസമാകുമാറ്, പൗലോസിൻ്റെ ഒരു പഠിപ്പിക്കല, കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ചെവിക്ക് രസം തോന്നുന്നത് കേട്ട് കുറച്ച് ചിരിക്കാൻ പറ്റിയ ദൂത് നന്നായി എന്നാ പറയുന്നത്. നമ്മൾ തെറ്റിപ്പോയി. കേട്ട് കുറെ കൊക്കൊക്കെ വെച്ച് ചിരിച്ചാൽ സാത്താൻ്റെ പിടിയിലായെന്നാ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം കേട്ട് കൊക്കൊക്കെ വെച്ച് ചിരിക്കാനുള്ളതല്ല, കരയാനുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ദിവേദപണ്ഡിതനായ ഒരു ദേവദാസൻ പഠിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. കർത്താവ് ചിരിച്ചുമില്ല, ചിരിപ്പിച്ചുമില്ല. കർത്താവ് ആനന്ദിച്ചു എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരെയും ചിരിപ്പിച്ചില്ല, കരഞ്ഞോളാൻ പറഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരയാനായിട്ട് കർത്താവ് പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, പറയേണ്ടതൊന്നും പറയുന്നില്ല, പറയാനുള്ളതൊന്നും ആരും ഒട്ടും പറയുന്നുമില്ല. പറയാൻ പാടില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആവശ്യമുള്ളതൊട്ട് പറയുന്നുമില്ല. എന്നിട്ട് ആരെങ്കിലും സത്യവചനം പത്യവചനം പറഞ്ഞാൽ അവനെ ദുരുപദേശിയാണെന്ന് പറഞ്ഞ് ചാപ്പ കുത്തി ഇടുകയും ചെയ്യുക. അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്തും അത് തന്നെയായിരുന്നു, ഇന്നത്തെ കാലത്തും അത് തന്നെയാണ്, കർത്താവിൻ്റെ വരുവരെയും അത് തന്നെയായിരിക്കും. ബുദ്ധിയുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കട്ടെ. കർത്താവ് പഠിപ്പിച്ചതുപോലെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ ദൈവവചനം പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി കേട്ടോണം, അത് കേട്ട് അനുസരിച്ചോണം. ഇല്ലെങ്കിൽ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു കുഴപ്പവും ഇല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയവർദ്ധനം പ്രാപിച്ച് ജീവിച്ച നമുക്ക് കർത്താവിൻ്റെ വരെ പോകാം. സ്തോത്രം. അഖിലാസും പ്രസ്കുല്യയും നടത്തിയത് വീട്ടിലെ സഭയാണ്. വലിയ മെഗാ ചർച്ചൊന്നുമല്ല. എൻ്റെ ചിന്ത വിരലെണ്ണാവുന്ന ആൾക്കാരെ കാണുകയുള്ളൂ. അപ്പം നമുക്കൊക്കെ മെഗാ ചർച്ച് വേണം. ധനവാനെ അടക്കിയതുപോലെ അടക്കണം. വലിയ അടക്ക് ശുശ്രൂഷ, വലിയ കല്യാണ ശുശ്രൂഷ, വലിയ മെഗാ മീറ്റിങ്ങുകൾ വേണം നമുക്ക്. ചെറിയ ചെറിയ മീറ്റിങ്ങും ചെറിയ ചെറിയ കൂട്ടമൊന്നും നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. കാരണം ലോകം ആ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുക, അതനുസരിച്ച് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ പാർട്ടിക്കാർ മീറ്റിംഗ് നടക്കുമ്പോൾ ആളില്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഏത് പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും ഒരു സാമ്പിൾ കുപ്പിയും ഒരു ബിരിയാണിയും കൊടുത്ത് ഒരു 500 രൂപയും കൊടുത്താൽ എല്ലാവർക്കും വേണ്ടി കീ വിളിക്കുന്ന ഒരു ഗ്രൂപ്പായി രാഷ്ട്രീയം അധപ്പതിച്ചു. അത് തന്നെയാണ് ആത്മീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എനിക്കറിയാം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നമുക്ക് കുറച്ച് ആളെ കൊണ്ടുവരണം. എന്തിനാണാവോ? മിഷണറി വരുന്നുണ്ട് പ്രസംഗിക്കാൻ. 50 പേരെ നമുക്ക് വേണം. സ്തോത്രം. ഞാൻ അന്നത്തെ കാലത്ത് ആ മഹാഭാവം ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബൈബിൾ കോളേജിലെ ഡീനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മിഷണറി വരുന്നുണ്ട്, നമുക്ക് ഒരു 10 ഇവിടെയുള്ള പിള്ളേരെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അവർ ബിരിയാണിയും കൊടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടും, വണ്ടിക്കാശൊക്കെ കൊടുത്ത് വിടും, അതുകൊണ്ട് വിടാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ ചെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുവന്നിരുത്തി, നോക്കുകുത്തികളായി കുറച്ച് പേരെ ഇരുത്തി, സായിപ്പ് വന്ന് കുറേ അതിവരുമൊക്കെ ചപ്പും ചവറുമൊക്കെ വിളിച്ച് പറഞ്ഞു. അതെല്ലാം കേട്ട് ബിരിയാണിയും തിന്ന് വണ്ടിക്കാശും മേടിച്ച് ഡീനും വിശ്വാസികളെല്ലാം ഈ സഹോദരന്മാരെല്ലാം പോവുകയുണ്ടായി. അതൊരു വലിയ ദുരന്തമായിട്ട് ഞാനിപ്പോൾ കാണുക. അതൊന്നുമല്ല ശുശ്രൂഷ. ആളെ വിളിച്ചുകൊണ്ട് വരികയൊന്നുമല്ല. ആളെ വിളിച്ചു കൂട്ടി അവിടെ നിന്ന് ഇവിടുന്ന് കാശ് കൊടുത്ത് കള്ളു കൊടുത്ത് രാഷ്ട്രീയക്കാരെ കൂട്ടുന്ന പോലെ ഒരു കൂട്ടുന്ന രീതിയൊന്നും ആത്മീയതയല്ല. അതൊക്കെ വെറും പൈശാചികമാണ്, ജഡീകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ പച്ചവചനം പ്രസംഗിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം, യഥാർത്ഥ വചനം ഉപദേശം കർത്താവ് അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? എല്ലാവരും പോയി അവസാനം കർത്താവ് വിളിച്ചു ചേർത്ത 12 പേരും മാത്രമേ ഉള്ളൂ കൂടെ. അവരോടും കർത്താവ് പറയും, നിങ്ങൾക്കും പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്.
ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞ് അവർ കർത്താവിൻ്റെ കൂടെ നിന്നു. അവരെ കൊണ്ടാണ്, ആ 12 പേരെ കൊണ്ടാണ് ഈ ലോകത്തെ ദൈവം കീഴ്മേൽ മറിച്ചത്. അതാ പ്രവൃത്തി പുസ്തകത്തിൽ ആ വാക്യം വന്ന് കയറാൻ കാരണം. ഇതാ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഊത്തുകാരും ചീറ്റുകാരും ഒന്നുമല്ല, കൊരയും ചിരിയും നടത്തുന്നവരൊന്നുമല്ല. യഥാർത്ഥ പഥ്യവചനം, പഥ്യോപദേശം കർത്താവിൽ നിന്ന് പ്രാപിച്ച് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ച കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ, ദരിദ്രന്മാരായവർ, സാമ്പത്തികങ്ങളൊന്നും ഇല്ലാതിരുന്നവർ, കസേരയൊന്നും കിട്ടാതിരുന്നവർ, ഇന്നിപ്പോൾ കസേരയായി, പണമായി, ശമ്പളമായി, എന്തൊക്കെയാ. ഒരു സഭയിൽ പാസ്സായിട്ടിരുന്ന 50,000 രൂപയൊക്കെ ശമ്പളം, പിന്നെ കിമ്പളം വേറെയും. ഇതൊക്കെ രാഷ്ട്രീയക്കാരെക്കാളും അധപ്പതിച്ചു പോയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രിയമുള്ളവരെ. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. കർത്താവ് അവരെ നടത്തും. അല്ലെങ്കിൽ അധ്വാനിച്ച് നമ്മൾ ശുശ്രൂഷിച്ചോണം. പുസ്തകത്തിനെതിരാണെന്നാണ് കാണുന്നത് മുഴുവൻ. ഇന്ന് കാണുന്ന ആത്മീയ കോളത്തിൽ കാണുന്ന പല പല നടപടികളും രീതികളും സത്യവേദ പുസ്തകത്തിന് എതിരാണ്. വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ മറിച്ചു കളയുന്ന രീതികളാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതെങ്ങനെ സംഭവിച്ചു? പത്രോസ് പറയുന്നത് സംഭവിച്ചു. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവിടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും, കച്ചവട ചരക്കാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അപ്പം അവർക്ക് ശിക്ഷയുണ്ട്. അവരുടെ നാശത്തിന് ഉറക്കമില്ല. നിശ്ചയമായിട്ടും അവർക്ക് ശിക്ഷയുണ്ട്. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ സാത്താനും എൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് അവരെ തള്ളിക്കളയുന്നൊരു സമയം ഉണ്ട്. അതുകൊണ്ട് ദുരുപദേഷ്ടകന്മാരും കള്ളപ്രവാചകന്മാരും ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് എതിരായിട്ട് ആരെങ്കിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ ഒരു നല്ല അവസരമാണ് ഈ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പഠനങ്ങൾ. അപ്പോൾ അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, വെള്ള സഹോദരന്മാർ. നമ്മുടെ ഈ കേരളക്കരയിൽ ദുരുപദേശം എങ്ങനെയാണ് വന്നത്? ഒന്ന്, ഇവിടുന്ന് ഉപദേശിമാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോയി അവിടെ പ്രസംഗിച്ച ആ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് ഇവിടെ ഒന്ന് പ്രസംഗിച്ചു. ഇനി അവരവിടെ പോയിട്ട് വരാൻ നേരത്ത് അവിടെ നിന്ന് കുറേ എണ്ണത്തിനെ കൊണ്ട് ഇങ്ങോട്ട് പോരും. മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് അവരവിടെ പറഞ്ഞത് മുഴുവൻ ഇവിടെ ഇവരെ പറഞ്ഞ് പഠിപ്പിക്കും. ഈ പാവം പിടിച്ചവൻ ഒരുപക്ഷെ കുറച്ചൊക്കെ നല്ല വചനം പഠിച്ച് വ്യവസ്ഥയിൽ നിന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈ മിഷണറിമാർ സായിപ്പന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ അവരിൽ നിന്ന് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപദേശം കിട്ടിയവനും ദുരുപദേശം പ്രസംഗിക്കാൻ തുടങ്ങും. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പറയുക, അവരുടെ ഭൗതികം കണ്ടുകൊണ്ട്, അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം കണ്ടുകൊണ്ട് നന്നായി ഉപദേശം പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രസംഗിച്ച് അവസാനം ആരായി മാറി? എല്ലാ ദുരുപദേശ സംഘങ്ങളായി മാറി. ഇന്ന് കേരളക്കരയിൽ നല്ലൊരു ശതമാനം ദുരുപദേശകന്മാരാ. വചനവിരുദ്ധമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാ, വചനത്തെ കൂട്ടിക്കളയുന്നവരാ, കൂട്ടിച്ചേർക്കുന്നവരാ, മറിച്ചു കളയുന്നവരാ. വെറും നാമമാത്രമായ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പത്രോസ് പറയുന്ന കെണിയിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ ദുരുപദേഷ്ടകന്മാരുടെ ഒരു വലിയ നിര തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. സ്തോത്രം. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൻ്റെ ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ
കർത്താവിൽ ശരണപ്പെടുകയാണ്. 23-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 23-ാമത്തെ അധ്യായം. എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അവർ യഹോവയുടെ അരുളപ്പാട്, അവരോടുള്ള യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് എൻ്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് കളഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഈ 23-ാം അധ്യായം നിങ്ങൾ മുഴുവനും വായിച്ചു പഠിക്കണം. എല്ലാം വായിക്കാനുള്ള സമയം എൻ്റെ മുൻപിലില്ല. അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു: ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ശാപം നിങ്ങളുടെ ദേശത്തെ ദുഃഖിക്കുന്നു. മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോകുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളത്, അവരുടെ ബലം നേരുള്ളതും ആകുന്നു, നേരുകെട്ടതുമാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. യെരൂശലേമിലെ പ്രവാചകന്മാരോ ഞാൻ അതിഭയങ്കരമായത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തൻ്റെ ദുഷ്ടത വിട്ടു തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗമോറ പോലെയുമാകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്ത് മുഴുവൻ പടർന്നിരിക്കുന്നത്. അവ ദുരുപദേശം പടർന്ന മുഴുവൻ യെരൂശലേമിൽ നിന്നാണെന്ന്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ദുരുപദേശമാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യവചനം പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പുകളേ ഉള്ളൂ അവിടെയൊക്കെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ ഈ പത്യോപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. ബാക്കി നല്ലൊരു ശതമാനം ദുരുപദേശത്തിൽ കിടക്കുകയാണ്. വചനവിരുദ്ധമായ ഉപദേശങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സ്വപ്നം ദർശിച്ചും ദൈവം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് വ്യാജം പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ ഇത് തിരിച്ചറിയുക. യഥാർത്ഥ വചനത്തിൻ്റെ വെളിപ്പാടുകൾ തിരിച്ചറിഞ്ഞ് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ നിലനിന്നില്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകാനിടയായിത്തീരും. സ്തോത്രം. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവരാഗ്രഹിച്ചതെല്ലാം അവർക്ക് ദൈവം കൊടുത്തു. എങ്കിലും അവരുടെ പ്രാണന് ക്ഷതമയച്ചു. എന്താ അതിൻ്റെ അർത്ഥം? അവരാഗ്രഹിച്ചത് മന്നയും പിന്നെന്താ കാടപ്പക്ഷിയും അതും ഇതുമൊക്കെ അവർക്ക് ഇഷ്ടം പോലെ തിന്നാൻ കൊടുത്തു. പക്ഷെ അവരുടെ പ്രാണന് ക്ഷതമയച്ചു. അർത്ഥം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ കഴിയാതെ വഴിയിൽ വെച്ച് അവർ പട്ടുപോയി. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അത് പൗലോസിൻ്റെ പഠിപ്പിക്കല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാനിടയായിത്തീരണം. ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ഇത് സംഭവിക്കാനുള്ള പ്രധാന കാരണത്തെക്കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 3-17 മുതൽ ആദ്യം വായിക്കാം. യിരെമ്യാവ് 3-17 മുതൽ ഒരു വലിയ പഠനമാണിത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3-17 മുതൽ എന്തുകൊണ്ട് സഭയിൽ ഈ ദുരുപദേശങ്ങൾ വന്നു എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് കേട്ടോളാം. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സംഭവിച്ചത് തന്നെയാണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്. സ്തോത്രം. യിരെമ്യാവ് 3-17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. യിരെമ്യാവ് 33-ന്റെ യിരെമ്യാവ് 33 മുൻപല്ല 33-ന്റെ യിരെമ്യാവ് 33-ന്റെ 17 മുതലൊന്ന് വായിച്ചാട്ടെ.
33 1 മുതൽ 9 വരെ. 1 മുതൽ 9 വരെ. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായതെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിച്ചിരിക്കുന്ന യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നീ അറിയാത്ത മഹത്തരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. സ്തോത്രം. എന്താ ഈ മഹത്തരമായ കാര്യങ്ങൾ? സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഈ മഹത്തരമായ കാര്യങ്ങൾ എന്താ? പ്രവാചകൻ പറയുന്നു, ഞാൻ നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ഒരു പുരോഹിതൻ, ഒരു ശുശ്രൂഷകൻ സഭയുടെ കാവൽക്കാരനാ. കാവൽക്കാരൻ്റെ ജോലി എന്താ? കള്ളന്മാർ വരാതെ സൂക്ഷിക്കുക. സഭയിലെ കാവൽക്കാരൻ്റെ ജോലി എന്താ? ദുരുപദേഷ്ടക്കന്മാർ വരാതെ, ദുരുപദേഷ്ടക്കന്മാർ വന്ന് ദുരുപദേശം പറഞ്ഞ് സഭയെ ആത്മീയമായി നശിപ്പിക്കാതെ പഥ്യവചനത്തിലും പഥ്യോപദേശത്തിലും അവരെ വളർത്തിയെടുക്കുക. ആരെങ്കിലും ഒരു ദുരുപദേശം ഒരു സഭയിൽ വന്ന് പ്രസംഗിച്ചാൽ ആ ദുരുപദേശിയെ അവൻ്റെ ശുശ്രൂഷ തെറ്റാണെന്ന് അവനോട് പറഞ്ഞ് അവനെ തിരുത്തി യഥാർത്ഥ ഉപദേശം അവനെ ഗ്രഹിപ്പിച്ചു വിടുകയാണ് കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം. സഭയുടെ കാവൽക്കാരാണ് നമ്മൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അത് നന്നായിട്ട് പറയുന്നുണ്ട്. മറ്റു പല ഭാഗങ്ങളിലും അതുണ്ട്. സഭയുടെ കാവൽക്കാരാണ്. കാവൽക്കാരൻ്റെ ജോലി എന്താ? കാവൽക്കാര സമയം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ സമയം പറയേണ്ട ഉത്തരവാദിത്വമാണ്. ദൈവത്തിൻ്റെ വാള് ദേശത്തിന്മേൽ വരുമ്പോൾ വാൾ വരുന്നു, അല്ലെങ്കിൽ നാശം വരുന്നു, ശിക്ഷ വരുന്നു എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട്, മഹത്തരമായ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് കേട്ട് ജനത്തെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് കാവൽക്കാരെ. ഒരു സെക്യൂരിറ്റി, ഒരു ബാങ്കിൽ ഒരു സെക്യൂരിറ്റി നിർത്തിയിരിക്കുന്ന എന്തിനാ? കള്ളന്മാർ ആരെങ്കിലും വന്നാൽ അവനെ ഓടിക്കാനാ. സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്വതന്ത്രം ബാങ്കിൽ ലോക്കറിലൊക്കെ കൊണ്ട് സ്വർണം വെച്ചിരിക്കുക. അവിടെ ആരെങ്കിലും വന്ന് കവർച്ച ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യുക? കാവൽക്കാരനെ നിർത്തിയിരിക്കുക. അതുപോലെ സഭയ്ക്ക് കാവൽക്കാരുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ വാക്യങ്ങളിലെടുത്ത് വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ദേശത്തെ സൂക്ഷിക്കുവാൻ കാവൽക്കാരുണ്ട്. ഇനി ആടുകളുടെ ചരിത്രം തന്നെ എടുക്കാം. ആട് മേയ്ക്കുന്ന ഇടയന്മാർ, അവർ കാവൽക്കാരായിട്ട് നായ്ക്കളെ കൊണ്ട് നടക്കും. സ്തോത്രം. ആ നായ്ക്കളെ കൊണ്ട് നടന്ന് നായ്ക്കൾ ഈ പ്രാഥമിക കാര്യത്തിന് വേണ്ടി ഇടയൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 10-100 ആടുകളെ സൂക്ഷിക്കുന്ന ആരാ? നായാണ് സൂക്ഷിക്കുന്നത്. ചെന്നായി വരുമോ മറ്റേതെങ്കിലും മൃഗങ്ങൾ വരുമ്പോൾ നായി ചാടി വീഴും. അവിടെ കുരയും കേട്ട് നായ്ക്കൾ ഓടി, സ്തോത്രം, ആ വരുന്ന ശത്രു മൃഗങ്ങൾ ഓടിപ്പോകാനിടയായിത്തീരും. സഭയുടെ കാവൽക്കാർ, യഥാർത്ഥ കാവൽക്കാർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50 ആ ഭാഗം ഒന്ന് എടുക്കുക, അതൊന്ന് വായിക്കാം. യെശയ്യാവ്, ഹല്ലേലൂയ, സ്തോത്രം. അത് പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഇപ്പോൾ വായിക്കാനായിട്ട് പ്രേരണയുണ്ട്. 10 മുതലുള്ള വാക്യം. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ. ഈ കുരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശത്രു വരുമ്പോൾ കുരയ്ക്കുക, ദുർപദേശം വരുമ്പോൾ സത്യവചനം എടുത്ത് ശക്തിയോടെ പറയുക, എന്നിട്ട് അവരുടെ ദുരുപദേശത്തിൽ നിന്ന് അവരെ അടർത്തിയെടുക്കുക. സ്വത്രം. അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, എല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു.
ഈ സ്വപ്നം കൊണ്ട് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്താ ഈ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ? എനിക്കറിയാം, വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെ ഇടയിൽ പാസ്റ്റർമാരിവിടെ നിന്ന് വരും. എന്നിട്ട് അവർ വന്ന് കുറേ ഉപദേശമൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞ് കാര്യം മേടിച്ചുകൊണ്ട് പോകും. യഥാർത്ഥമായി ദൈവജനത്തിൻ്റെ ഉണർവിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ആത്മീയ വളർച്ചയ്ക്കും ആത്മവർദ്ധനവിനും വേണ്ടി ദൈവം അയച്ചു വരുന്ന ശുശ്രൂഷകന്മാർ വളരെ കുറവാണ്. വ്യാജമാണ് കൂടുതലും. ഇവരോട് ചെന്ന് കാശുണ്ടാക്കാൻ ചെല്ലുക. സ്വപ്നം കണ്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് രാത്രി ചാപ്പാടും കടിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ സ്വപ്നം കാണുന്നത് എന്താ? സൗദി അറേബ്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ചാടാൻ പറ്റുമോ? കുവൈറ്റിൽ നിന്ന് ഖത്തറിലേക്ക് പോകാൻ പറ്റുമോ? ഖത്തറിൽ നിന്ന് അബുദാബിയിലേക്ക് പോകാൻ പറ്റുമോ? അബുദാബിയിൽ നിന്ന് പിന്നെ മസ്കറ്റിലേക്ക് പോകാൻ പറ്റുമോ? മസ്കറ്റിൽ നിന്ന് യമനിലേക്ക് ചാടാൻ പറ്റുമോ? ഇതൊക്കെയാണ് സ്വപ്നം കണ്ടുകൊള്ളുന്ന ഉറങ്ങുന്നത്. ഇന്ന് കാണിക്കുന്ന ഈ കൊള്ളരുതായ്മയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഭാഷയായത്. നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തി വരാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ? അപ്പൊ ഇടയന്മാരാണെന്നുള്ളത് മനസ്സിലായോ? നായ്ക്കൾ എന്നുള്ളത് മനസ്സിലായോ? നായ എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിലുണ്ട്. ആടുകളെ സൂക്ഷിക്കുന്ന നായ്, ഒരു കാവൽക്കാരൻ നായ, അങ്ങനെയും പഠനമുണ്ട്. എന്നാൽ ശുശ്രൂഷകന്മാർ നായെപ്പോലെ ആയിത്തീർന്നവരുമുണ്ട്. ഛർദ്ദിച്ച് തിന്നുന്ന നായ, അതും പത്രോസിൻ്റെ പഠിപ്പിക്കില്ല. നമ്മൾ ഇന്നത്തെ അധ്യായത്തിലുള്ളത്. അപ്പോൾ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. സൗദിയിൽ വന്ന് 1 ലക്ഷമോ 2 ലക്ഷം രൂപ മേടിച്ചെങ്കിൽ അപ്പുറത്ത് മറുകണ്ടം ചാടി അവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും, എല്ലായിടത്തും പോയി ചാടി 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 ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് പോയ പാസ്റ്റർമാർ, സഹോദരന്മാരെ എനിക്കറിയാം. ഒരെണ്ണം ഇന്ന് ദൈവകൃപയിലില്ല. സത്യമായിട്ട് ഞാൻ പറയുക. കാരണം ഞാനവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കയറി ഞെരങ്ങി എല്ലായിടത്തും പോയി കുറേ തത്വജ്ഞാനവും പറഞ്ഞ്, കുറേ വചനമൊക്കെ പറഞ്ഞ്, കുറേ പഠിച്ചു വെച്ചതൊക്കെ പറഞ്ഞ്, കുറേ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മത കഥ, സങ്കല്പകഥ, ഇതൊക്കെ കൂടി പറഞ്ഞ് ആൾക്കാരെ കുത്തിപ്പൊക്കി പാരയിട്ട് പൊത്തിക്കുന്ന പോലെ പൊക്കിയെടുത്ത് കുറേ പാട്ടും പാടി കുറേ ബഹളം ഉണ്ടാക്കി പല രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കിയവരാരും ഇന്ന് ആത്മീയ ഗോളത്തിലില്ല. പക്കാ ജഡീകന്മാരായി. ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നവനെ എനിക്കറിയാം. അവൻ എന്നാ ഉപദേശം പഠിപ്പിക്കാനാ? ആരെങ്കിലും ഒരു ഉപദേശം ഒന്ന് ഊതിയാൽ ഈ നമ്മുടെ ഇവിടുത്തെ ഉപദേശി 4 കരണം പറയും. എന്നിട്ട് എഴുന്നേറ്റ് കുറേ പാട്ടും ബഹളവും കുറേ ചപ്പൻ ചോറുമൊക്കെ വിളിച്ച് പറയും. ഈ നിലവാരത്തിലേക്ക് നമ്മുടെ ആത്മീയ ഗോളത്തിലെ ശുശ്രൂഷാ വൃന്ദങ്ങളെന്ന് പറയുന്ന വ്യാജന്മാർ അതപ്പതിച്ചു പോയി. അവർ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. യെശയ്യാവ് 56:11. ഈ നായ്ക്കൾക്ക് ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ, ഈ ദ്രവ്യാഗ്രഹികൾ വിശ്വാസികളെ ഉപദേശത്തിൽ നിലനിർത്തി ആത്മീകമായി സൂക്ഷിക്കാൻ കഴിയാത്ത ദ്രവ്യാഗ്രഹികളാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പത്രോസിൻ്റെ 2-ാം ലേഖനം മുഴുവൻ ദുരുപദേശത്തിനെതിരെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കാൻ കഴിയാത്തവരാണവരെ. അവരെ സൂക്ഷിക്കത്തില്ല. പൗലോസ് പറഞ്ഞില്ലേ, നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുക. അല്ലെങ്കിൽ നിനക്കും ഇല്ല രക്ഷ, നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷ. ഇന്നത്തെ ദുരുപദേശികൾ പറയുന്ന അവർക്കും ഇല്ല രക്ഷ, അവരുടെ പ്രസംഗം കേൾക്കുന്നവർക്കും ഇല്ല രക്ഷയില്ല. പിന്നെ ആട്ടും പ്രാർത്ഥനയും കഴിയുമ്പോൾ കഞ്ഞി കുടിക്കാം, ബിരിയാണി തിന്നാം, അത് ചെയ്യാം, കുറേ തുള്ളിച്ചാടിയൊക്കെ നടക്കാമെന്നല്ലാണ്ട് ഒരു വിശേഷവും ഇല്ല. പ്രിയമുള്ളവരെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. സ്തോത്രം. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും ഓരോരുത്തൻ താന്താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. ധനസമ്പാദനത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി വേദപുസ്തകം പ്രസംഗിക്കുന്നു. ഒന്ന് പ്രസംഗിച്ചാൽ ഇത്ര രൂപ കിട്ടണം, ഒരു ശുശ്രൂഷയ്ക്ക് ഇത്ര രൂപ. അത് അവർ കൊടുക്കുന്നതല്ല, ഇവർ പറഞ്ഞു മേടിക്കുക. മേടിച്ച് 1 ലക്ഷം വരെ മേടിച്ച ഉപദേശിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പ്രബുദ്ധമായ സാക്ഷരതയുള്ള കേരളക്കരയിൽ
500,000 രൂപ അവരുടെ പ്രസംഗത്തിന് വേണമെന്ന് ചോദിച്ച് തെണ്ടിപ്പറക്കി വാങ്ങിയ ഉപദേശിമാരുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കള്ളപ്രവാചകന്മാരുടെയും ഈ ദുരുപദേഷ്ടകന്മാരുടെയും ഇടയിൽ പോയി നിങ്ങൾ വീണാലുണ്ടല്ലോ, അവസാനം നിങ്ങളുടെ ഗതി അധോഗതിയായി. അധോഗതി എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണുന്ന നരകത്തിലായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓരോരുത്തൻ താൻ്റെ വഴിക്കും ഓരോരുത്തൻ താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും ക്ഷേമത്തിൽ നടക്കാമെന്ന് പറയുന്നു. ഈ ദുരുപദേശികളൊക്കെ രാത്രി അവരുടെ വീട്ടിൽ ചെന്നാൽ മദ്യപാനം അവർക്ക്. എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ പേരും പ്രസ്ഥാനങ്ങളൊന്നും പറയുന്നില്ല. ഈ വലിയ വലിയ മിനിസ്റ്റർ ചെയ്യുന്ന ഈ പാസ്റ്റർമാർ സൂപ്പർ മദ്യപാനികളാണ്. അത് ഐക്യ സുനിയോട് ചോദിച്ചാൽ പുള്ളി പറയുമോ? അത് ഐക്യ സുനി എന്ന് പറഞ്ഞ ഒരാൾ സുവിശേഷകന്മാരെ, വ്യാജ സുവിശേഷന്മാരെ പൊളിച്ചു കളയുന്ന ഒരു സഹോദരനുണ്ട്. അതുകൊണ്ട് പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി തത്ത പറയുന്ന പോലെ പറയും. ആൾക്കാരുടെ പേരും വയസ്സും പ്രസ്ഥാനവും ലക്ഷ്യങ്ങളെല്ലാം പുള്ളി ശരിക്കും പറഞ്ഞു തരും. പുള്ളിയുടെ അതിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഈ മൊബൈലിൽ കൂടി ഈ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്ന എല്ലാവരുടെയും ചരിത്രം പുള്ളിക്കറിയാം. ആരാ വചനം പ്രസംഗിക്കുന്നത്, ആരാ വ്യാജന്മാർ, ആരാ നന്നായി പ്രസംഗിക്കില്ലാതെ പുള്ളി പറയുന്നുള്ളത്. ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നന്നായി ദൈവവചനം പ്രസംഗിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാറില്ല. അത് നല്ല വചനമാണ്, നല്ല ശുശ്രൂഷയാണെന്ന് അവർ പറയുകയും ചെയ്യും. അപ്പോൾ തന്നെ ഈ വ്യാജന്മാരെ പൊളിച്ചെടുക്കാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് പാസ്റ്റർമാർ പലരും മിണ്ടത്തില്ലല്ലോ. ഇന്നത്തെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അവരുടെ തോളി കൈയിട്ട് നടക്കുന്നവരാ. ഈ ദുരുപദേഷ്ടകന്മാരുടെ തോളി കൈയിട്ട് നടക്കുന്ന നമ്മുടെ ഇന്നത്തെ വലിയ വലിയ പ്രസ്ഥാനങ്ങളിലെ വലിയ വലിയ പാസ്റ്റർമാരുണ്ട്. ഞാൻ അത് കണ്ട് അന്താളിച്ച് നിൽക്കുക, ഇതെന്താ ഇങ്ങനെ? കാരണം ഈ അന്ത്യകാലത്ത് കുരുടന്മാരായി, ദരിദ്രന്മാരായി, നഗ്നന്മാരായി ലവോദിക്ക അധപ്പതിച്ചു പോയി. അതിൻ്റെ നടുവിൽ പഥ്യവചനം, പഥ്യോപദേശം കേട്ട് അനുസരിക്കാനും പ്രസംഗിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം തരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കുക.